ഇതൊക്കെ മുമ്പ് നോക്കി ചെയ്യേണ്ടത്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാറ് ക്ലെയിം ചെയ്യാൻ വേണ്ടി കയറ്റണം, അതുപോലെ തന്നെ സർവീസ് ചെയ്യാൻ വേണ്ടി കയറ്റണം. ക്ലെയിം ചെയ്യാൻ വേണ്ടി കയറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. അവിടെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കുറച്ച് പെയിൻറ്റ് പോയി. അപ്പോൾ അതിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ കയറ്റണം. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ആയിട്ടുണ്ട് വണ്ടിയുടെ. നമ്മളത് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് 10,000 കിലോമീറ്റർ ആകുമ്പോഴാണ് കിയയുടെ സെക്കൻഡ് സർവീസ് വരുന്നത്. നമ്മുടെ 10,000 കിലോമീറ്റർ കംപ്ലീറ്റ് റണ്ണായിട്ടില്ല, പക്ഷേ ഇതിപ്പോൾ കയറ്റുമ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഓർത്തു. സോ നമ്മളിപ്പോൾ ഇനി നേരെ ഷോറൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ കോലം, മൊത്തം സ്ക്രാച്ച്. അങ്ങനെ നമ്മൾ ഇനി നേരെ ഷോറൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ 10,000 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല സെക്കൻഡ് സർവീസിന് കൊടുക്കാനായിട്ട്. 9,000 സംതിങ് കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലെയിമിന് കയറ്റുമ്പോഴത്തേക്കും ഇതും കൂടി ചെയ്യാമെന്ന് ഓർത്തു. കാരണം അതിനകത്ത് വാർണിംഗ് കാണിക്കുന്നുണ്ട് സർവീസിന് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടിയാണ്. നമുക്കതിനി ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിനി പ്രോപ്പറായിട്ട് ഇത് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സർവീസ് പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ 10,000 കംപ്ലീറ്റ് ആകുമ്പോൾ കയറ്റിയാൽ മതി നിലവിൽ. പക്ഷേ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് കയറ്റുന്നതാണല്ലോ, അപ്പോൾ അതും കൂടി ചെയ്തേക്കാമെന്ന് ഓർത്തു. ഞാൻ എൻ്റെ കാറിൻ്റെ കോലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ആ സ്ക്രാച്ച് വന്നേക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ചും പറ്റിയിട്ടുണ്ട്. സോ ഇത് രണ്ടും നമുക്ക് ക്ലെയിം ചെയ്ത് മാറ്റണം. ഇത് നമുക്കിങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇതായിട്ട് തോന്നുമെന്ന് അറിയാൻ പാടില്ല. ഇത് ഇത്ര ഡാർക്ക് കളറായതുകൊണ്ടിട്ട് വേഗം എല്ലാവർക്കും എടുത്തറിയും. സോ എനിക്ക് കണ്ടിട്ടൊരു തന്ത്രപ്പാട്, അതുകൊണ്ടിട്ട് നമ്മളിത് മൊത്തം ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകണേ. ഈ ഒരു പോർഷൻ നമ്മൾ ക്ലെയിം ചെയ്യും. അതുപോലെ തന്നെ വണ്ടി സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കി ഇറക്കണം. ഈ കിടക്കുന്ന മിറ്റിൽ കണ്ടോ, ഇവിടെയാണ് വരുന്നത് ഗൈസ്. ഇപ്പം ഞാൻ വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ടേക്കണേണ്. ഞാനിപ്പോൾ വന്ന വഴി ചെറിയൊരു വിഷ്വൽ, അത് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ആ ഒരു ഏരിയയിൽ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഒരു വഴിയിൽ കുറച്ച് മിറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അത് റോഡിലേക്ക് ഇറക്കിയാണ് ഇട്ടേക്കുന്നത്. അവിടെ ഒരു വീട് പണി നടക്കുന്നതുകൊണ്ടിട്ട് പുള്ളി ഇറക്കിയിട്ടേക്കണം. രാത്രിയായിരുന്നു, കുറേ പുല്ലും സൈഡിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു ആ മിറ്റിൽ കാരണമാണ് ആ വരച്ചിൽ വന്നത്. പക്ഷേ അതിപ്പോൾ നിലവിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, അത് മാറ്റിയിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പം അങ്ങനെ ഒരച്ചിൽ വന്നത് കൊണ്ടിട്ട് നമ്മളിന്ന് ഷോറൂമിൽ കയറ്റിയാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ടോട്ടൽ 9,119 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സോ നമ്മളപ്പോൾ 10,000-ലാണ് ശരിക്കും നമ്മൾ സർവീസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ സർവീസ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ അതും കൂടി ഞാൻ ചെയ്തേക്കാന്ന് ഓർത്തു. ഇനി അതിനായിട്ട് രണ്ടാമത് പിന്നെ നമ്മൾ 10,000 കിലോമീറ്റർ ആകുമ്പോൾ പിന്നെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഓൾറെഡി ഇതിനകത്ത് വാർണിംഗ് കാണിക്കുന്നുണ്ട്. ഇതുവരെ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കണേണ്. അപ്പോൾ ഇനി ഞാൻ ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടൈമിന് സർവീസിൻ്റെ കാര്യം കൂടി പറഞ്ഞ് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് ഓർത്തേക്കുന്നത്. നമ്മൾ ഓൾറെഡി കിയയിൽ വിളിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞേക്കുന്നത്. ഓൾറെഡി മന്ത് എൻഡ് ആയതുകൊണ്ടിട്ട് അവർക്ക് 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് കയറ്റി നമുക്ക് വേഗം സ്പീഡപ്പിൽ പരിപാടി തീർക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി നമുക്കിത് എത്ര ദിവസം എടുക്കും, എന്തോരം ഡിലേ ഉണ്ട് നമുക്ക് ഇത് ക്ലെയിമിന് കയറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് എന്തോരം ടൈം എടുക്കും എന്നുള്ളതും നമുക്ക് അറിയാൻ പാടില്ല. ലെറ്റ് സി, നമുക്ക് എല്ലാവർക്കും എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങളെ അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരും. കിയയുടെ സർവീസ് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ബാക്കിയുള്ള പരിപാടികൾ എല്ലാം സ്റ്റാർട്ടിങ് തുടങ്ങും. എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പർ അപ്പം തന്നെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് വണ്ടിയുടെ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർ ടീം എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പം ഇങ്ങനെ അപ്ഡേറ്റ് തരും. നമുക്ക് അടുത്തത് എന്താണ് ഓരോ മണിക്കൂർ കൂടുന്തോറും അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വണ്ടി ക്ലെയിം ചെയ്യാൻ കയറ്റിയിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരാഴ്ച എടുത്തുള്ളൂ കംപ്ലീറ്റ്. എനിക്ക് വേഗം സെറ്റാക്കി കംപ്ലീറ്റ് അവരെൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഭയങ്കര സ്പീഡ് സർവീസാണ്. പക്ഷേ ഇന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എന്തോരം ഡിലേ ആകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് എന്താണെങ്കിലും നോക്കി നോക്കാം എന്തോരം ടൈം എടുക്കും. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് തിരിച്ച് കിട്ടുക എന്നുള്ളത് അവർ പറയുന്ന ഡേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. അങ്ങനെ ഭയങ്കര മഴയാണ് ഗൈസ്. കുമ്പളം ടോൾ എത്തിയില്ല, അതിന് മുന്നേ തന്നെ അരൂര് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ. ഞാൻ നിങ്ങൾക്ക് വൈപ്പർ മാറ്റി കാണിച്ചു തരാം മഴയുടെ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ. ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. ഒന്നും കാണില്ല. ഇപ്പൊ കണ്ടു തുടങ്ങുന്നു, കുറച്ചും കൂടി കണ്ടു തുടങ്ങുന്നു. ഇപ്പൊ
നന്നായി കണ്ടു തുടങ്ങുന്നു. ഇതാണ് നിലവിലെ അവസ്ഥ. ഇതാണ് നമ്മുടെ നെട്ടൂര് പള്ളി സ്റ്റോപ്പിലത്തെ കിയയുടെ ഷോറൂം. നിലവിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കംപ്ലീറ്റ് ഫുള്ളാണ് വണ്ടി. ഫുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വണ്ടി സർവീസിനും ക്ലെയിംസിനുമായിട്ട് വന്നിട്ടുണ്ട്. അത്രയും തിരക്കാണ്. ഇതാണ് ഫ്രണ്ട് ഒരു വ്യൂ കിയ ഷോറൂമിൻ്റെ. ഏഷ്യയിലത്തെ നമ്പർ 1 ഷോറൂമാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അത്രയും വണ്ടികളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പുറത്തൊരു വലിയൊരു പോർട്ട് ഉണ്ട്, അവിടെ മൊത്തം കംപ്ലീറ്റ് വണ്ടികളാണ്. ഇവിടെയാണ് നമുക്കിത് ബോഡി ഷോപ്പ് വരുന്നത്. ഇവിടെ ഇവർ സർവീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അവിടെയാണ് ഒരു വണ്ടി വർക്ക്ഷോപ്പിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റുന്നത്. അവിടെയാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. സോ നമുക്കിനി നേരെ ബോഡി ഷോപ്പിൽ പോയിട്ട് അവിടെയുള്ള ആളെ കാണിക്കണം. എന്നിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ വണ്ടി അവരെടുക്കുക. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് ക്ലെയിം ചെയ്യാനൊക്കെ ആയിട്ട് വന്നത്. സോ ബാക്കി നമുക്ക് ഡീറ്റെയിൽ ഉള്ളിൽ പോയിട്ട് നോക്കാം. ഈ ഒരു പോർഷനാണ് വണ്ടി. വേറൊരു വണ്ടി സൈഡിലേക്ക് കൊണ്ടൊന്ന് ഇതാക്കിയതാണ്, അപ്പോൾ മതിലിലേക്ക് കയറിപ്പോയി. ഈ ഒരു പോർഷനും പ്രോബ്ലം ഉണ്ട്. അതുപോലെ ഈ ഒരു പോർഷൻ, പിന്നെ ഇതിൻ്റെ അടിയിലെന്തോ ഒരു ഉരച്ചിൽ വീണിട്ടുണ്ട് ഈ ഒരു സ്ട്രാപ്പിൽ. അരൂർ പള്ളി വന്ന് ബസ് ഇറങ്ങി. നന്നായിട്ട് വിശക്കണുണ്ടായി. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നേരെ അൾഡ്രീമിലേക്ക് നടക്കണതാണ്. അൾഡ്രീം ഇവിടെ തൊട്ടടുത്താണ്. സോ നമ്മളിനി അൾഡ്രീമിൽ പോയിട്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് നേരെ വീട്ടിലേക്ക്. ഹൈവേ വർക്ക് നടക്കണോണ്ടിട്ട് ഇവിടെ മൊത്തം പൊളിഞ്ഞടക്കുകയാണ്. അപ്പോൾ വേഗം ഒരു വണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മാറ്റാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. പക്ഷേ അൾഡ്രീമിൽ പാർക്കിങ്ങൾ കൊണ്ടിട്ട് എല്ലാ വണ്ടിക്കും അങ്ങോട്ട് കയറാം. എനിക്ക് വീട്ടിൽ പോയി ബൈക്ക് എടുത്ത് വന്നാൽ മതിയായിരുന്നു, പക്ഷേ എൻ്റെ വിശപ്പ് അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അൾഡ്രീമിൻ്റെ വാതിക്കയിലെത്തി. അങ്ങനെ നമ്മൾ അൾഡ്രീമിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിറങ്ങി. ഭയങ്കര പൊടിയാണ് ഗായ്സ്, റോഡ് നിറച്ച് പൊടിയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. നല്ല മഴക്കാറുണ്ട്. നമ്മൾ നമ്മുടെ മുത്തിനെ ഷോറൂമിൽ ഇട്ടിട്ടാണ് വന്നത്. ഞാൻ വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ടിട്ട് വയറ് ഫുള്ളായിപ്പോൾ. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ, മഴയ്ക്ക് മുമ്പേ വീട്ടിലെത്തുക. എന്നിട്ട് കുറച്ച് പരിപാടി നമുക്കുണ്ട്, എല്ലാം പോകെ കാണിക്കാം. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം, വണ്ടി കൊടുത്തു, ഫുഡ് കഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്. ഇന്ന് വൈകുന്നേരം കറക്റ്റ് 7 മണിക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ പുതിയ ജിം ഓപ്പൺ ആവണയാണ്. സോ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു വീഡിയോ പരിപാടി എല്ലാം ബാക്കിൽ വരും. സോ നമ്മളിപ്പോൾ നേരെ വീട്ടിൽ ചെന്നിട്ട് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. വണ്ടി കാര്യങ്ങളെല്ലാം കൊടുത്തു, അവർ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ചെക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്ഥലം. മൊത്തം മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിൽ കൂടിയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. മേലൊക്കെ നനഞ്ഞാകെ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടി നമ്മൾ ഷോറൂമിലേക്ക് കൊടുത്തിട്ട് ഏകദേശം 1 വീക്ക് ഇപ്പം നിലവിൽ കംപ്ലീറ്റ് ആയി. അവർ നമ്മളുടെ അടുത്ത് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ അവരുടെ പരിപാടി അവർ 1 വീക്ക് കൊണ്ട് തീർത്ത് തന്നു. അതിനുശേഷം 1 ഡേ നമ്മൾ നമ്മുടെ സർവീസ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്തു. അവരവരുടെ പരിപാടിയും കംപ്ലീറ്റ് തീർത്തു. സോ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടി കളക്ട് ചെയ്യാൻ നേരെ ഷോറൂമിലേക്ക് പോവുകയാണ്. നമ്മൾ കൊടുത്തേക്കുന്ന ഷോറൂം നെട്ടൂര് ഇൻജോൺ കിയയിലാണ്. നെട്ടൂര് പള്ളി സ്റ്റോപ്പിലാണ് ഇൻജോൺ കിയയുടെ ഷോറൂം വരുന്നത്. ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ഷോറൂമാണ് ഗൈസ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ നമ്മൾ ഇന്ന് അവിടെ പോയി നമ്മുടെ വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി പോകണേണ്. ഇപ്പൊ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെല്ലാവരും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സോ ഇനിയും പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ ഷോറൂമിലേക്ക് പോകും. ഷോറൂമിൽ പോയി വണ്ടി കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ പോകുമ്പോഴും നമ്മൾ അവിടുത്തെ വണ്ടി കളക്ട് ചെയ്യാനും കംപ്ലീറ്റ് കാര്യങ്ങളും ആ പ്രോസസ്സും പ്രൊസീജിയറും കംപ്ലീറ്റ് നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ പരിപാടികളെല്ലാം കാറില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു. കുറേ പരിപാടികളെല്ലാം ഞാൻ മാറ്റിവെച്ചു. സോ ഇന്ന് ഞാൻ എൻ്റെ മുത്തിനെ എടുക്കാൻ പോവുകയാണ്. സോ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുക, എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണുക. ഓക്കെ, ഞാനും അനിയനും കൂടിയാണ് പോണത്. അനിയനും നമ്മൾ ഇവിടെ നിന്ന് സ്കൂട്ടറിനാണ് പോകുന്നത്. രാവിലെ തൊട്ട് ഭയങ്കര മഴ. അപ്പോൾ നല്ല മഴയായത് കൊണ്ടിട്ട് നമുക്ക് ബസ്സിനൊക്കെ പിടിച്ച് അവിടെ പോകുമ്പോഴത്തേക്ക് ഇത്തിരി ചടങ്ങായിരിക്കും. സോ നമ്മൾ രണ്ടുപേരും കൂടി സ്കൂട്ടറിൽ നേരെ ഡയറക്റ്റ് അവിടെ പോകുന്നു, വണ്ടി കളക്ട് ചെയ്യുന്നു. അവൻ സ്കൂട്ടറിന് വരും, ഞാൻ ഡയറക്റ്റ് കാറിന് ഇങ്ങോട്ട് പോരും. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സോ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഷോറൂമിലേക്ക് എത്തുന്ന ആ വീഡിയോ വിഷ്വൽ കിട്ടില്ല. കാരണം നമ്മൾ സ്കൂട്ടറിൽ പോകുന്നത് കൊണ്ടിട്ട് നമുക്ക് എടുക്കാനും പ്രയാസങ്ങളായിരിക്കും, മഴയൊക്കെ ഉള്ളത് കൊണ്ടിട്ട്. അവിടെ തൊട്ടിട്ടുള്ള കംപ്ലീറ്റ് ജേർണി ഞാൻ കാണിച്ചു തരും. അപ്പോൾ എല്ലാ ആൾക്കാരും വീഡിയോ കംപ്ലീറ്റ് കാണുക.
വാച്ച് ഗൈസ്. കാരണം വീഡിയോ വരെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് സാറിനോട് നാളെ സിറ്റിംഗ് വരാം, ഞാൻ വിളിച്ചാൽ ഇത് മേടിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല കാർ മേടിച്ചിട്ട്. കുറച്ച് ടൈം അകത്തിരിക്കും. പിന്നെ മൈലേജിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ടോട്ടൽ 4,000 മൊത്തത്തിൽ പോസ്റ്റ് ആണ് കിയ ഷോറൂമിൽ വന്നിട്ട്. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി. പിന്നെയും ചെക്കിങ് ഉണ്ടാവുന്ന പഠിച്ചോന്നറിയാം. എന്തിനാണാവോ ഇങ്ങനെ ഇട്ട് പോസ്റ്റ് ആക്കണം. ഇനി അകത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഇനി ഇവന്മാര് എന്തെന്നായിരിക്കും പറയാന്ന് പഠിച്ചോന്നറിയാം. ഇതൊക്കെ ഇവന്മാര് നോക്കി ചെയ്യണ്ടായിരുന്നു. കൊറേ പോസ്റ്റ് അടിച്ച് കിട്ടിയ ക്ലെയിം ആണത്. എന്താ പറയണ്ടേ, ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവണം കിയ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കിയുടെ അകത്തേക്ക് വന്നത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എന്താ പറയാ, ഓക്കെ വെൽക്കം. താങ്ക് യു ഒക്കെ കിട്ടും, പക്ഷെ താങ്ക് യും കിട്ടും, ചായയും കിട്ടും, കോഫിയും കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെ നമ്മുടെ വണ്ടി കാര്യങ്ങളെല്ലാം കിട്ടി. ഭയങ്കര ആശ്വാസം, റിലാക്സ് ആയി. ഇതാ കിടക്കുന്നത് നമ്മുടെ വണ്ടി. ഈ ഒരു പോർഷനായിരുന്നു നമുക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ ആയിരുന്നു നമുക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് മാറ്റി ടോട്ടലി നമ്മൾ ആ ഒരു ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് കവർ ചെയ്തു. സോ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. നമുക്ക് ക്ലെയിം ചെയ്യാൻ കൊടുത്തത് കൊണ്ടിട്ട് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവര് നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ടത് വെറും 5 ദിവസം. സോ ഈ 5 ദിവസം കൊണ്ടിട്ട് നമുക്ക് നമ്മളുടെ വണ്ടി അവരവരുടെ പണി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ സർവീസ് ടീമിന്റെ അടുത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. സോ സർവീസ് ടീമിന്റെ അടുത്ത് നിന്ന് 1 ദിവസം കൊണ്ട് തന്നെ സർവീസ് ടീമിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം അവരുടെ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താണ്. ഇന്ന് രാവിലെ നമ്മളെ അടുത്ത് ഡെലിവറി എടുക്കാൻ വന്നുവെന്നുള്ളത് നമ്മളെ അടുത്ത് അറിയിച്ചതാണ്. നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. പക്ഷെ സർവീസ് ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ചെറിയൊരു ഫോൾട്ട് കാരണം നമ്മൾ ഡിലേ ആയി. നമ്മൾ ഈവനിങ് ആയി നമ്മുടെ വണ്ടി എടുത്ത് പോയപ്പോഴത്തേക്കും 11:30 ഷോറൂമിൽ വന്ന് നമ്മൾ 4 മണിയായി കൃത്യം അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ശരിക്കും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടിട്ടാ. ഓൾറെഡി സർവീസ് ടീമിൽ നിന്ന് എന്റെ അഡ്വൈസറിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്താ പ്രോബ്ലം എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ടായി. ഞാൻ എന്റെ പ്രോബ്ലം എന്താന്നുള്ളത് വ്യക്തമാക്കിയതാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്റെ കാറിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പഴയ ഒരു പുള്ളിങ്, ഒരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വണ്ടി ഓടിക്കും, അതായത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി കിലോമീറ്റർ ഇത്രയും കവർ ചെയ്യുമ്പോഴത്തേക്കും ആ വണ്ടി അത്ര ഓടുമ്പോഴത്തേക്കും എല്ലാവരുടെയും പോലെ തന്നെ വണ്ടിയുടെ ആ പഴയ ഒരു പെർഫോമൻസ് അത് കുറയും. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു പ്രോബ്ലം എനിക്ക് വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. സോ അത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിന്റെ അടുത്ത്. പുള്ളി ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ മൈലേജിന്റെ കാര്യം, ഇതില് കിയ സോണറ്റിൽ ആകെ നമുക്ക് കിട്ടുക ഇപ്പൊ നമ്മുടെ ഈ റോഡിൽ നമുക്ക് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
9, 10 ഇനി മാക്സിമം കൂടി പോയിട്ടുണ്ടെങ്കിൽ 11. എനിക്കൊരു 12 വരെ കിട്ടിയിട്ടുണ്ട് ഒരു ലോങ് റൈഡ് പോയപ്പോ. പക്ഷെ 10, 9, 9, 5 അല്ലെങ്കിൽ 10 ഇതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. അപ്പൊ ഞാൻ അതും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് ക്ലിയർ ചെയ്താ നോക്കിയിട്ട് അവർ ക്ലിയർ ചെയ്തോളാന്ന് എന്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരപ്പൊ തന്നെ എനിക്ക് ആ ഒരു കംപ്ലൈന്റ് കേട്ട ഉടനെ തന്നെ അവരൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. മാനേജറും അഡ്വൈസറും ഞാനും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അതിനകത്ത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ഓരോ വർക്ക് കാര്യങ്ങളെല്ലാം അവർ അപ്പാപ്പ അപ്ഡേറ്റ് ചെയ്യും. നമുക്കത് വേഗം അപ്പൊ യൂസ്ഫുൾ ആവും. അവർ ഇത്ര പണിയിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് അറിയുമ്പോഴത്തേക്കും നമുക്ക് വേഗം തന്നെ ഓക്കെ ഇത്രയും വർക്ക് തീർന്നല്ലോ എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് ഉണ്ടാവും. സോ ഇവർ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും അതിനകത്ത് ഇട്ടിട്ടില്ല. ഡയറക്റ്റ് പുള്ളി എന്നെ ഒരു പ്രാവശ്യം വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. പിന്നീട് വിളിച്ചത് പുള്ളിയുടെ ഒരു പ്ലാൻ പറയാനായിട്ട്. അതായത് നമ്മളിപ്പോ ഒരു സ്കീമിന്റെ കാര്യം പറയാനായിട്ട് നമ്മളിപ്പോ നിലവിൽ വണ്ടി കൊടുത്തു ഒരു ഇന്നൊരു എമൗണ്ട്, ആ എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു പ്ലാനാണ്, 3-4 ടൈപ്പ് പ്ലാനാണ്. എമൗണ്ട് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും പ്രോബ്ലം നമ്മുടെ വണ്ടിക്ക് വേണ്ടി സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആക്സറീസിന്റെ പാർട്സ് മേടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ എന്താണോ നിലവിലുള്ള റേറ്റ് ആ റേറ്റിന് തന്നെ നമുക്ക് ആ സാധനം എടുക്കാൻ വേണ്ടി പറ്റും. അതാണ് അവർ പറഞ്ഞത്. ആ ഒരു കാര്യത്തിനും കൂടി ആ പുള്ളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു കോണ്ടാക്ട് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇന്ന്. കാരണം ഇന്നലെയാണ് അവർ കയറ്റി. ഇന്ന് രാവിലെ അവർ സംസാരിച്ചു. ഇന്ന് ഞാനിപ്പോ വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു ബില്ല് തന്നു. ആ ബില്ലിന്റെ അകത്ത് ഒരു എമൗണ്ട്, അത് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആണ്. ആ എമൗണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് എന്താണ് ഇത്ര എമൗണ്ട് വരുന്നത്, നമുക്ക് ഈ ഫ്രീ സർവീസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ലേബർ ഫീ നമുക്ക് ഓൾറെഡി ഉണ്ടാവില്ല, അത് നമുക്ക് വേവ് ആയിരിക്കും. ബാക്കി നമ്മൾ മാറ്റുന്ന പാർട്സിനനുസരിച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ഉണ്ടാവും. ഇതാണ് ഇവരെന്റെ അടുത്ത് പറഞ്ഞ കാര്യം. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ നമുക്ക് ഇൻവോയ്സ് തരാൻ പറഞ്ഞ ആ ഇൻവോയ്സ് ചെക്ക് ചെയ്ത ടൈമിന് നമുക്ക് അതിനകത്ത് ലേബർ ഫീയും കൂടി ഇൻക്ലൂഡഡ് ചില കാര്യങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫ്രീ സർവീസ് നമുക്ക് പറയുമ്പോഴത്തേക്കും ആകെ കൂടി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ഫീ വേവ് ആകുന്നുള്ളതാണ്. അത് അവരുടെ അടുത്ത് ചോദിച്ചു. ആ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ആ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതുകൊണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. സോ ഞാനത് അവരുടെ അടുത്ത് ആവർത്തിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഇൻവോയ്സ് ഓൾറെഡി ജിമെയിലേക്ക് ഷെയർ ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്റെ ജിമെയിലിൽ അവർ എനിക്ക് ഷെയർ ചെയ്ത് തന്നത് ഇന്ന് ഉച്ചക്ക് 12:20 സോ ഇന്ന് ഉച്ചക്ക് എനിക്ക് അത് ഷെയർ ചെയ്ത് തന്നിട്ട് കാര്യമില്ലല്ലോ. അവർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ആ ഇൻവോയ്സ് തന്നിട്ടുണ്ടെങ്കിലാണ് എനിക്കത് എന്തൊക്കെയാണ് പാർട്സ് മാറ്റുന്നത്, ഇതിനൊക്കെ എന്ത് റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടി അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവരത് മാറ്റേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നമ്മളെടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, എന്തൊക്കെ പാർട്സ് മാറ്റുമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതിന് എത്ര എമൗണ്ട് വരുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് തന്നില്ല. പക്ഷെ പുള്ളിക്ക് ചിലപ്പോൾ 100 കൂട്ടം ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമുക്കത് അറിയാൻ പാടില്ല. നമ്മൾ വേറെ വർക്കിൽ പെടുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഓൾറെഡി ഏൽപ്പിച്ചതാ. ബാക്കിയുള്ളത് ഇവരാണ് അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ സർവീസിൽ എനിക്ക് വളരെ ഭംഗിയായിട്ട് അവർ നീറ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. രണ്ടാമത്തെ സർവീസിലാണ് എനിക്ക് ഈ ഒരു മോശം അനുഭവം ഉണ്ടായത്. പക്ഷെ ഞാനത് അവരവരുടെ മാനേജർ വന്നു, അവരുമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി വരുത്തി. ഞാൻ അവരോട് പറഞ്ഞു ലേബറിന്റെ ഈ എമൗണ്ട് ഞാൻ തരില്ല. ലേബറിന്റെ എമൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഫ്രീ സർവീസ് ആവില്ല. സോ ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ കാശ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു, അത് മാത്രമേ ആവുള്ളൂ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് അത് സംസാരിച്ചു. അവർക്ക് അതിനുള്ള ഒരു ക്ലാരിറ്റി കൊടുത്തതിനപ്പോ അവർ പറഞ്ഞു നമ്മുടെ ഭാഗത്തു നിന്നിട്ടുള്ള ഫോൾട്ട് ആണ്. അത് അവർ അംഗീകരിച്ചു. അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചു. അവർ ഓൾറെഡി അത് വേവർ ചെയ്ത് തന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള അവരപ്പോ അത് ഓക്കെ ആക്കി. അപ്പോ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഡയറക്റ്റ് മാനേജറിനോട് സംസാരിച്ചത്. അവിടെ ചെല്ലാം ക്ലിയർ ആയി. സോ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ഞാൻ പറഞ്ഞു പേഴ്സണലി, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിപ്പോയിട്ടായിരിക്കാം. പക്ഷെ നമ്മളുടെ കുറെ ടൈം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കി. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം കംപ്ലീറ്റ് പോയി. രാവിലെ വന്ന് വണ്ടി എടുക്കാന്ന് എന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു പുള്ളി നമ്മൾ വൈകുന്നേരം വരെ വലിച്ചു കെട്ടിയിട്ട് വൈകുന്നേരം ആയപ്പോ നമുക്ക് വണ്ടി കിട്ടി. സോ ഇതുകൊണ്ടിട്ട് നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് പോയി. അതുകൊണ്ടിട്ടാണ് ഭയങ്കര ടോട്ടലി എനിക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത്. പക്ഷെ അത് അവരെല്ലാം ഒരു കംപ്ലീറ്റ് ചെയ്ത് അവർ നമ്മളുടെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിന് ഞാൻ വണ്ടി എടുത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങിക്കതിന് ശേഷം അതിന് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി. കാരണം വണ്ടി നമ്മൾ എടുത്തിട്ട് നമ്മളൊരു മൈലേജിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൈലേജിന്റെ ഇഷ്യൂ കംപ്ലീറ്റ്ലി അവരത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇപ്പൊ നിലവിൽ 15 മേലെ നമുക്ക് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടിയിൽ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി ഒരു സർവീസ് ചെയ്തതിൽ. ആകെ കൂടി ഒരു ഡിലേ വന്നതും മാത്രമാണ്. ഡിലേ വന്നതും ഈ മിസ്കമ്മ്യൂണിക്കേഷനും കൂടി കൊണ്ടിട്ടാണ് നമ്മൾ ടോട്ടലി നമുക്കൊരു ദേഷ്യം നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ അവിടെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നുള്ള ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്തത് അവരുടെ സർവീസും അവരുടെ ക്വാളിറ്റിയും എല്ലാം കൊണ്ടിട്ടാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ബെസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ വണ്ടി കൊണ്ട് സർവീസിന് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ നമ്മൾ കൊടുത്തതിന്റെ പിറ്റേ ദിവസം തൊട്ടാണ് അന്ന് അവർ വർക്ക്ഷോപ്പിൽ കഴുകാൻ കയറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൊ തൊട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റും സ്പീഡായിരിക്കും. വളരെ സ്പീഡിൽ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് വണ്ടി കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിന് തന്നെ അവർ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും.
അത്രക്ക് സ്പീഡായിട്ടുള്ള ഇതാണ്. അതുകൊണ്ടിട്ടാണ് എനിക്ക് കിയനോടുള്ള ഒരു അറ്റാച്ച്മെന്റും ഇവിടെ തന്നെ വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു കാരണം. നമ്മുടെ ഏഷ്യയിലത്തെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് നമ്മുടെ നെട്ടൂർ പള്ളി സ്റ്റോപ്പിൽ സ്ഥിതി ചെയ്യാണ്. സോ ഇവിടുത്തെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, വണ്ടി എടുത്ത് പോയി. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയം ഏകദേശം 10 മണിയായി. ഞാൻ വണ്ടി എല്ലാം ഓടിച്ചു നോക്കി. വണ്ടി ഞാൻ കുറെ നേരം ഞാൻ വണ്ടി ഓടിച്ചു. എനിക്ക് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിച്ചിട്ട്. ഒരുപാട് രീതിയിൽ എന്റെ പഴയ ആ ഒരു വണ്ടി എടുത്തപ്പോ ടൈമിലുള്ള ആ ഒരു പെർഫോമൻസ് അതിപ്പോ നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും ഉണ്ടായിരുന്നു, റെമിയും ഉണ്ടായിരുന്നു. റെമിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട്? അതിനകത്ത് എല്ലാം ബെസ്റ്റ് ആയിട്ടില്ലേ? ടോട്ടലി നമ്മള് കൊടുത്തത് നമുക്ക് വേർത്താണ്. പക്ഷെ ആകെക്കൂടി ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ അത് നമുക്ക് നിലവിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കംപ്ലീറ്റ് ആയി നമുക്കറിയാമല്ലോ, ഓൾറെഡി കംപ്ലീറ്റ് ആയി. സോ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.